പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് CS വിജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി സ്ഥാനാർത്ഥിയാകുമ്പോഴാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. അന്നു മുതൽ പലതവണ ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഈ റോഡിൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, വളരെ ദുർഘടമായ ഒരു പാതയായിരുന്നു ഇത്. അപ്പോഴെല്ലാം ഇവിടുത്തെ ജനപ്രതിനിധികൾ, ശ്രീ വിജയരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡ് ടാർ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്നതാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡ് ഒട്ടും ഗതാഗത യോഗ്യമല്ലാതെ മെറ്റിലൊക്കെ ഇളകി കുണ്ടും കുഴിയുമായി കിടന്നാൽ അവരുടെ മനസ്സിലെ പെട്ടെന്നുള്ള ഒരാവശ്യം അതൊരു ടാർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ടാറിൻ രീതി ഉണ്ടായിരുന്നു. PWD റോഡ് എന്ന് പറഞ്ഞാൽ ടാർ ചെയ്യുക, ചിപ്പിംഗ് കാർപ്പറ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ. അതാണ് നമ്മൾ പരമ്പരാഗതമായി എത്രയോ കാലമായി മെറ്റിൽ നിരത്തി റോളറിട്ട് ഉരുട്ടി പിന്നെ അതിൻ്റെ മുകളിൽ ടാർ ഒഴിച്ച് വീണ്ടും ടാർ ചെയ്ത് അതായിരുന്നു ചിപ്പിംഗ് കാർപ്പറ്റ്. ആ സാങ്കേതിക വിദ്യക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരു 4 നല്ല മഴ പെയ്താൽ റോഡുണ്ടാവില്ല. അതുമാത്രമല്ല, ഓടയില്ലാത്ത, വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമില്ലാത്ത തരത്തിലാണ് റോഡ് നിർമ്മാണം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നിർബന്ധിക്കുന്നു, ഒരു ടാർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിൽ കാണുന്ന ഒരു കാര്യം, കുറഞ്ഞ തുക ഉപയോഗിച്ച് തൽക്കാല മുട്ടുശാന്തിയല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന റോഡുകൾ ഉണ്ടാവണം. പരമാവധി ഓടയോടുകൂടിയ, അല്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റുന്ന ബേമോട് കൂടിയ റോഡുകൾ ഉണ്ടാവണം. ആ ചിപ്പിംഗ് കാർപ്പറ്റ് എന്ന് പറയുന്ന രീതി ഇനി വേണ്ട. ഒരുപാട് മഴയെ അതിജീവിക്കാൻ പറ്റുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന, കൂടിയ ചിലവുണ്ടെങ്കിലും അത്തരത്തിലുള്ള റോഡുകൾ വേണം എന്നത് നമ്മുടെ പ്രഖ്യാപിതമായ നയമാണ്.